വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 8 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണാക്കി ഒന്ന് മുറിച്ചെടുക്കാം. മുരിങ്ങക്കായൊക്കെ തൊലി കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഏകദേശം മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് നന്നായി നിലയ്ക്കതിന് ശേഷം വേവിച്ചെടുക്കാം. മുരിങ്ങക്കായ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വെന്തുടയുന്ന വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മുരിങ്ങക്കായ വേവുന്ന നേരം കൊണ്ട് സൂപ്പിലേക്ക് വേണ്ട ഉള്ളി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൽ താളിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും ഒരു മട്ടൻ സൂപ്പൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഈ മുരിങ്ങക്കായ സൂപ്പിന് ഉണ്ടാവുക. നമുക്കതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ 1/2 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഉള്ളിയൊക്കെ മൊരിച്ചിലൊക്കെ പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പം മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം. അതിൻ്റെ ആ സത്ത് മുഴുവനും കിട്ടുന്ന രീതിയിൽ നന്നായി ഉടച്ചതിന് ശേഷം അരിച്ചെടുക്കാം. ഞാനിവിടെ പൊട്ടാറ്റോ മാഷർ വെച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ച് ഉടച്ചെടുക്കുന്നതിന് പകരം നമുക്ക് ചെറിയ പീസാക്കിയിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് വേവിച്ച മുരിങ്ങക്കായ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ മാഷർ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മാക്സിമം സത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വീണ്ടും നന്നായി ഒന്ന് മാഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം മുരിങ്ങക്കായൻ്റെ സത്ത് മുഴുവനും പോന്നിട്ടുണ്ട്. നമ്മളുടെ സൂപ്പ് നല്ല കട്ടിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച് വെച്ചിട്ടുള്ള ഉള്ളി പകുതി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ആ ഉള്ളീൻ്റെ ടേസ്റ്റൊക്കെ ആ സൂപ്പിലേക്ക് നന്നായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തിള വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബാക്കി ഉള്ളി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്